ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പട്ടാണി ഫ്രൈ ആണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതി തന്നെ നമുക്ക് എളുപ്പമായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു സാധനം. അതിനാണ് നമ്മൾ ഗ്രീൻ പീസ് എടുത്ത് ഒരു ദിവസം വെള്ളത്തിൽ ആവശ്യത്തിൽ വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് ഇങ്ങനെ വലുതാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നല്ല രീതിയിൽ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്, നല്ല രീതിക്ക് വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടിഷ്യൂ പേപ്പറോ തുണിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് വെച്ച് നല്ല രീതിക്ക് ഒന്ന് തുടച്ചൊരു തുള്ളി പോലും വെള്ളമില്ലാണ്ട് നല്ല രീതിക്ക് ഡ്രൈ ആയി വരണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. ആ ഒരു സമയത്ത് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഒരു നമ്മൾ ഉണക്കി വെച്ചേക്കുന്ന ഗ്രീൻ പീസ് കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നല്ല രീതിക്ക് ശബ്ദം കേൾക്കുമ്പോൾ മാത്രമേ നിർത്താനായിട്ട് പാടുള്ളൂ കേട്ടോ ഗൈസ്. എങ്ങനെയാണ് അവസാനത്ത് ഇതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ പരത്തി വേണം ഇടാനായിട്ട്, ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണമായിട്ട് ഇടരുത്. പിന്നെ ചെറിയൊരു പൊട്ടിത്തെറി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് മൂടി വെച്ച് വേണം ഇതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് പൊന്തി കിടക്കുന്ന രീതിക്ക് വേണം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സമയമാകുമ്പോൾ ആരും തുറന്ന് നോക്കരുത്, പണി കിട്ടും കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിലൊക്കെ നല്ല രീതിക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തു. കുറച്ച് ആഡ് ചെയ്തുള്ളെങ്കിലും കുറച്ച് കൂടുതൽ അതിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ചും കൂടി ഗ്രീൻ പീസ് ഇട്ടപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ മൊത്തം ഗ്രീൻ കളറായി, നല്ല ഡാർക്ക് ഗ്രീനാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നാച്ചുറൽ കളറായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ കളർ ചേർത്തത് ഞാൻ രണ്ടാമത്തെ ട്രിപ്പാണ് ഇട്ടത്. അത് നല്ല രീതിക്ക് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. പെട്ടെന്ന് ആണ് ശബ്ദം കേട്ടൊരു കരിഞ്ഞ മണം തന്നെ. നോക്കിയപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഒന്നിങ്ങനെ ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം വെളുത്തുള്ളി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കളറുള്ള ആ ഗ്രീൻ പീസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത് കേട്ടോ ഗൈസ്. നല്ല രീതിക്ക് പൊട്ടിത്തെറി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതാണ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതും ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. എന്നാലും സീനില്ല, നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. കരിഞ്ഞ ചുവൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ ട്രിപ്പ് ഇട്ട സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിലേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് മൂന്നാമത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. നമുക്കിനി ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ നിന്ന് നോക്കി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു മൂടിയുള്ള പാത്രം എടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിക്ക് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ആ ഒരു വെളുത്തുള്ളിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു സാധനം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അത്ഭുതമായിരുന്നു, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന്, കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്നാണ് ഫസ്റ്റ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര എളുപ്പമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ, സീ യു ഗൈസ്.